എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നവകേരള നവകേരളം എന്നും പറഞ്ഞ പുതിയൊരു ഉഡായിപ്പുമായിട്ട് സർക്കാർ ഇപ്പം രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ മനോരമ പത്രത്തിൽ ഇതിൻ്റെ പരസ്യമുണ്ട്. ഒരു പതിറ്റാണ്ടായി പുതിയ ഭരണ സംസ്കാരത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന വേർതിരിവില്ലാതെ രാഷ്ട്രീയ സംസ്കാരത്തിലൂടെ ജനസമൂഹമാകെ നവകേരളം സൃഷ്ടിക്കാനുള്ള മുന്നേറ്റത്തിലാണ്. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന, ജനങ്ങളുടെ അഭിലാഷങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഭാവി കേരളം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. എന്തൊരു നുണയാണ് ഇവർ എഴുതി വച്ചിരിക്കുന്നത്. സർക്കാർ ചെയ്ത കാര്യങ്ങൾ വർഷം തോറും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ നിദർശനമാണ്. പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഇറക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഒരു സത്യം അതിനകത്തില്ല എന്നുള്ളതാണ് വ്യക്തം. മന്ത്രിസഭ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ട നവകേരള സദസ്സ് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തതിൻ്റെ ദൃഷ്ടാന്തമാണിതെന്ന്. ഈ നവകേരള സദസ്സ് യാത്രയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ വാർത്താമാധ്യമങ്ങൾ. ആളുകളുടെ തലതല്ലി പൊട്ടിക്കുന്നതും ഇവരുടെ രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കണ്ടല്ലോ. കോടിക്കണക്കിന് രൂപയുടെ ഒരു AC ബസ്, കക്കൂസും ലിഫ്റ്റും ഒക്കെയുള്ള AC ബസ് ഏർപ്പെടുത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ ചുറ്റിക്കറങ്ങി നടന്ന് പല സ്കൂളിൻ്റെയും മതിലും കെട്ടിടങ്ങളും ഒക്കെ ഇടിച്ച് നിരത്തി നടത്തിയിട്ട് ഇതുകൊണ്ട് എന്താ ഉപയോഗം ഉണ്ടായത്? വല്ല ജനങ്ങളുടെ ഏതെങ്കിലും ഒരു പരാതിക്ക് ഇതുകൊണ്ട് പരിഹാരമായോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ കാര്യം. ഈ കൊടുത്ത പരാതികൾ തന്നെ അന്ന് കെട്ടുകെട്ടാക്കി വഴി സൈഡിലും റോഡിൻ്റെ ഇറമ്പിലും ഒക്കെ ഇട്ടിരിക്കുമായിരുന്നു. അതിൻ്റെയാണ് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ഇതിൻ്റെ നവകേരള സർവേ നടത്തുകയാണ് ഇപ്പോൾ. ഈ ഇറങ്ങാൻ നേരത്തെ സർവേ നടത്തിയിട്ട് എന്താ ഗുണമെന്തോ? ഇവർ തന്നെ ഇനിയും വരുമെന്ന് ഉറപ്പുണ്ടോ? വന്നാൽ തന്നെ ഈ സർവേയുടെ ഫലങ്ങൾ വല്ലതും ഇവർ പരിശോധിക്കുമോ? ഇവർക്ക് അധികാരത്തിൽ വന്നാൽ പിന്നെ ഇവർക്ക് ഭരണത്തിലാണോ താല്പര്യം? ഇവർക്ക് വേറെ കാര്യങ്ങളിലല്ലേ താല്പര്യം? എന്നിട്ട് ഇനിയിപ്പം വേറൊരു സർക്കാരാണ് വരുന്നെങ്കിൽ ആ സർക്കാരിന് ഇവരുടെ ഈ സർവേയുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വല്ല ബാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ വെറുതെ ഖജനാവിൽ നിന്ന് ഇത്രയും പൈസ, ലക്ഷക്കണക്കിന് രൂപ പൊടിക്കാമെന്നല്ലാണ്ട് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. വെറും വൃഥാവ്യായാമം. അതാണ് ഈ സംഭവം. അതായത് പൈസ ചിലവാക്കി, ഖജനാവിലെ കാശ് ചിലവാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട്, അത് ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമോ എന്നറിയാനായിട്ടുള്ള ഒരു ജനങ്ങളുടെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉഡായിപ്പ് സർവേയാണ് ഈ വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു കാർട്ടൂണാണ് ഇന്നിപ്പം വരച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപൂർവ്വമായ വിടവാങ്ങുന്നു.